അടുത്തതായിട്ട് ആൾട്ടർ ഹോംസ് ആണ്. കെയർ ഹോംസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് പലപ്പോഴും ഈ ജർമ്മൻ ഓൾട്ടർ ഹോംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് പലപ്പോഴും കെയർ ഹോം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇവിടുത്തെ അനാഥാലയങ്ങളാണ്. പക്ഷേ ജർമ്മൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഓൾട്ടർ ഹോംസുകൾ അല്ലെങ്കിൽ കെയർ ഹോമുകൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയറാണ്. നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഗ്രീനറി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ നമുക്കൊരു നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും ഓൾട്ടർ ഹോംസുകളിൽ ജോലി ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നഴ്സസ് വിചാരിക്കുന്നത് അവിടെ കെയറായിട്ട് ജോലി ചെയ്യുന്നതെന്നാണ്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ നമ്മൾ സ്കിൽഡ് വർക്ക് വിസയിൽ തന്നെ കയറി ചെന്നാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും ഒരു ഓൾട്ടർ ഹോംസിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ഇല്ല. ഈ കെയർ ഹോമുകളിൽ ഡോക്ടേഴ്സ് ഇല്ല. ഡോക്ടേഴ്സ് ഓൺ കോളിലാണ്. ഒരു ഹൈ മെഡിക്കൽ എമർജൻസി വന്നെങ്കിൽ മാത്രം ഒരു ഓൺ കോളിൽ ഡോക്ടർ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്ത ഒരുപക്ഷെ ഒരു യൂണീക്ക് ക്ലിനിക്കിൽ ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള പലരും ഈ ഓൾട്ടർ ഹോംസുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവരെ റൂൾ ചെയ്യാൻ ഇവരുടെ മുകളിൽ ഒരാളില്ല. നേഴ്സസ് ആണ് അവിടുത്തെ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. കാരണം ഡോക്ടേഴ്സ് സിവിയർ ഹോസ്പിറ്റൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ സിവിയർ കണ്ടീഷൻസിൽ ഓൺ കോളിലാണ് ഇവിടെ എത്തുന്നത്. രണ്ടാമത്തേത്, ഒരു ഹോസ്പിറ്റലിലെ പോലെ ഒരു ഹ്യൂജ് ഡോക്യുമെന്റേഷൻ പലപ്പോഴും വാട്ടർ ഹോംസുകളിൽ ഇല്ല. കാരണം നമുക്കറിയാവുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെ പരിചരിക്കുക, ഇവരുടെ മെഡിസിൻസ് എടുത്തു കൊടുക്കുക, ഇവരുടെ ഡെയിലി റൊട്ടീൻ ഇവരെ സഹായിക്കുക, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഇവർ ഒരു വാക്കിന് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ ലെയ്ഷർ ആക്ടിവിറ്റികൾക്ക് ഈവനിങ്ങിലും നൈറ്റിലും ഒക്കെ ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അതൊക്കെ പലപ്പോഴും നമുക്കും എന്താണ് ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകുന്ന, ഒരു ഹാപ്പി ഇൻഡെക്സിലൊക്കെ നമുക്ക് കൂടുന്നു പറയുന്ന പോലെ ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ട്രെസ്ഡ് അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഓൾട്ടർ ഹോംസിലുള്ളത്. ഒരു കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ 10, 20, 25 വർഷം ഹെഡ് നേഴ്സായിട്ട് ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷൻസ് ജീവിച്ച പല ആൾക്കാരും ഇത് സെലക്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, വളരെ കാമാൻകോട്ട് അറ്റ്മോസ്ഫിയർ ആണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഈ ആക്ടിവിറ്റികൾക്ക് ഇവർക്ക് പങ്കെടുക്കാം. ചെറിയ കാരണം നമ്മുടെ മലയാളി നഴ്സുമാർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞാൽ ഒരു ജോലിയുമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇത് കൂടാതെ ഇവർക്ക് പലപ്പോഴും ഒത്തിരി ഫ്രീ ടൈമുകളൊക്കെ ലഭിക്കാറുണ്ട്. കാരണം ഇവർ ഡെയിലി റൊട്ടീൻ തീർന്നു കഴിഞ്ഞാൽ ഒരു സിവിയർ കണ്ടീഷൻ ഇല്ലാത്ത പേഷ്യൻറ്റുകളായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊക്കെ സമയങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ ഇവർക്ക് പല കോഴ്സുകൾ പഠിക്കാനും ഇവരെ കരിയറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനൊക്കെ സാധിക്കുന്ന അറ്റ്മോസ്ഫിയർ ഓൾട്ടർ ഹോംസുകളിലുണ്ട്. ഫ്രഷേഴ്സിന് പങ്കെടുക്കാം. ഇതാണ് ഓൾട്ടർ ഹോംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരു സാലറി പാക്കേജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 3200 യൂറോയോളമാണ് നമുക്കൊരു മന്ത്ലി പേ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യൂണീക്ക് ക്ലിനിക്കിൽ നിന്ന് ഏകദേശം 300 യൂറോ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം രണ്ടാമത് ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഓൾട്ടർ ഹോംസുകളാണ് ജർമ്മനിയിൽ. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇതിനൊരു കെയർ ഹോമായിട്ടോ ഓൾഡ് ഏജ് ഹോം സെറ്റിൽമെൻ്റ് ആയിട്ടോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഇറ്റ്സ് ഹൈലി പ്രൊഫഷണൽ ആണ്. അതുപോലെ തന്നെ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളുമാണ്. ഇനി ഓൾട്ടർ ഹോംസിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറയുകയാണ്, ഏകദേശം 12,000 എബോവ് ഓൾട്ടർ ഹോംസുകൾ ജർമ്മനിയിലുണ്ട്, വിച്ച് ഹ്യൂജ് ഇൻ നമ്പേഴ്സ്. അപ്പം ഇത് കേൾക്കുന്നവർക്ക് വീണ്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഓൾട്ടർ ഹോംസിൽ പോകണോ, അല്ല എനിക്ക് അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ല ഓൾട്ടർ ഹോംസിലേക്ക് എന്തുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യം. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം, ഒരു വിദേശത്തേക്ക് കയറിപ്പോകാൻ തയ്യാറാകുന്ന ഒരു നേഴ്സ്, B2 ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാകുന്ന ഒരു നേഴ്സ് എവിടേക്കാണ് കയറി പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ വേണം. അതിന് ശേഷം മാത്രമാണ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെടാം. കാരണം ഇവരൊരു സ്ഥലത്ത് കൊണ്ട് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്തു, ഇവർക്കൊരു യൂണിക് ക്ലിനിക്കിൽ ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ വേറെ ഉള്ളിൽ കൂടെ ഇവരെ പ്ലേസ് ചെയ്യും. സോ ദേ ഷുഡ് നോ.